am Biju S. Nair, former officer, Food Corporation of India. In the current affairs പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് എഡിറ്റോറിയലിലേക്കാണ് ആദ്യം പോകുന്നത്. ഫസ്റ്റ് എഡിറ്റോറിയൽ റോങ് ഹെഡഡ് പോളിസി എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. റോങ് ഹെഡഡ് പോളിസി. ഈ റോങ് ഹെഡഡ് പോളിസി എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ കർണാടകത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന പ്രൈവറ്റ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർവേഷൻ പോളിസിയെ കുറിച്ചാണ്. കൊണ്ടുവന്നെന്ന് പറയാൻ പറ്റില്ല, ഒരു ബില്ല് അവർ അവതരിപ്പിച്ച് അപ്പൊ തന്നെ ഭയങ്കര വിവാദമായി. അതുകൊണ്ട് തന്നെ ആ ബില്ല് തൽക്കാലത്തേക്ക് അവർ പോസ്റ്റ്പോൺ ചെയ്തേക്കാണ് അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ ഫർദർ ഡിസ്കഷന് ശേഷം മാത്രമേ അവർ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു പ്രശ്നം എന്താണ്, ഇത് എന്താണ് ആ ബില്ലിന്റെ പേരെന്ന് വെച്ചാല്, ബില്ലിന്റെ പേര് ഇതാണ്: Karnataka State Employment of Local Candidates in the Industries, Factories and Other Establishment Bill 2024. Karnataka State Employment of Local Candidates in the Industries, Factories and Other Establishment Bill 2024. ഇത് എന്താണ് പറയുന്നത് അറിയാമോ? ഇത് പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് പ്രൈവറ്റ് സെക്ടറിലെ മാനേജീരിയൽ പൊസിഷൻസിൽ 50% കന്നഡ ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന കർണാടകത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, അതായത് ലോക്കൽസിന് കൊടുക്കണമെന്നാണ്. 50%. ഈ നോൺ മാനേജീരിയൽ പൊസിഷൻസ്, ഈ മാനേജീരിയൽ പൊസിഷൻസ് ആണെങ്കിലോ, മാനേജീരിയൽ പൊസിഷൻസ് അല്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ അതിൽ 70% കർണാടകക്കാർ കൊടുക്കണമെന്നാണ്. ഇത് എനിക്ക് ഒരു കാര്യം 100% ഉറപ്പാണ്, ഇത് ലീഗൽ സ്ക്രൂട്ടിനിയിൽ ഇത് തള്ളപ്പെടും. ഈ ഒരു നിയമം അത് ഉറപ്പാണ്. കാരണം സിമിലർ നിയമങ്ങൾ ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കോടതിയുടെ ഒരു വിധി കണ്ടത്, അത് എനിക്ക് തോന്നുന്നൊരു 6 monthsനകത്താണ്. ഹിന്ദു ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അന്നത്തെ കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹരിയാന ഗവൺമെന്റ് ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കി. 50% അവിടുത്തെ ലോക്കൽസിന് ജോബ് റിസർവ് ചെയ്തുകൊണ്ട്, ഇതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ. അതുപോലെ ജാർഖണ്ഡ് ഗവൺമെന്റും ആന്ധ്രാപ്രദേശ് ഗവൺമെന്റും ഉണ്ടാക്കി എന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ഇപ്പോ അവരുണ്ടാക്കിയ നിയമം അവിടുത്തെ ഹൈക്കോർട്ടിന്റെ കൺസിഡറേഷനിലാണ്. ജാർഖണ്ഡിൽ ആ നിയമം അവർ പാസ് ആക്കിയില്ല, അവരുണ്ടാക്കാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയതേ ഉള്ളൂ. ഹരിയാനയുടെ നിയമത്തിൽ കോടതിയുടെ വിധി വന്ന വിധി എന്താണെന്ന് അറിയാമോ? ഇത് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടിക്കിൾ 14-ന്റെതും, സെക്കൻഡ് ആർട്ടിക്കിൾ 14-ന്റെതും, രണ്ടാമത്തത് ആർട്ടിക്കിൾ 19-ന്റെതും. ആർട്ടിക്കിൾ 19-ൽ ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആ പറയുന്നത്. ആർട്ടിക്കിൾ 14-ൽ പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി. ഇത് ഇന്ത്യൻ സിറ്റിസൺസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി അവിടെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻട്രി ചെയ്ത് വച്ചേക്കുന്ന നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്തുള്ള ആർട്ടിക്കിൾ 14-ലെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ വയലേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടിക്കിൾ 19-ൽ എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആണ്. അതിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള റൈറ്റ് തരുന്നുണ്ട്. ആ ഫണ്ടമെന്റൽ ഫ്രീഡംസ് 6 ഒരെണ്ണം അതാണ്, അതിന്റെ വയലേഷൻ ആണ്. പക്ഷെ ഹിന്ദു പറയുന്നത് ഇത്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ക്രൂട്ടിനിയിൽ, കോടതികളുടെ സ്ക്രൂട്ടിനിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ കൊണ്ട് തള്ളിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് അറിഞ്ഞുകൂടാത്തവരല്ല ഈ നിയമം ഉണ്ടാക്കുന്നത്. ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ സിദ്ധരാമയ്യ അല്ലെങ്കിൽ ശിവകുമാർ എന്നൊക്കെ പറയുന്ന വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പൊളിറ്റീഷ്യൻസ് ആണ്. അവർക്ക് അത് അറിഞ്ഞുകൂടാത്തിട്ടല്ലോ ഇത് തള്ളിപ്പോകുന്നുള്ള കാര്യം. പിന്നെന്തിനാണ് ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോ പറഞ്ഞ ഒരു ഐ വാഷ് ആണ്. അതായത് അവിടുത്തെ ലോക്കൽസിന്റെ ഇടയിൽ ഒരു റിസെന്റ്മെന്റ് ഉണ്ട്. അവിടുത്തെ ജോലികൾ, പ്രത്യേകിച്ച് കർണാടക ഈസ് എക്കണോമിക്കലി അഡ്വാൻസ്ഡ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ്. അപ്പൊ കർണാടകത്തിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ പ്രൈവറ്റ് മേഖലയിലാണ് വരുന്ന. ആ പ്രൈവറ്റ് മേഖലയിൽ വരുന്ന അവസരങ്ങളിൽ മൈഗ്രന്റ് വർക്കേഴ്സിന് വലിയ പ്രാമുഖ്യം അവിടുത്തെ കമ്പനീസ് കൊടുക്കുന്നുണ്ട്. അതിനൊരു മെയിൻ റീസൺ ഈ മൈഗ്രന്റ് വർക്കേഴ്സ് അൺഓർഗനൈസ്ഡ് ആണ്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാതെ ലോങ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവിടുത്തെ ഈ കമ്പനീസിന് കഴിയും. അതേസമയത്ത് ലോക്കൽസ് ആകുമ്പോൾ അവർ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, അവർക്ക് ലോക്കൽ സപ്പോർട്ട് കാണും, അവർക്ക് എല്ലാ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും കൊടുക്കേണ്ടി വരും. അവരെ ലോങ് അവേഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊന്നും പറ്റൂല. ഇത് മനസ്സിലാക്കിയിട്ട് അവർ മൈഗ്രന്റ് വർക്കേഴ്സിനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിസെന്റ്മെന്റ്, അതല്ലാതെ കർണാടക ഗവൺമെന്റിന്റെ പോളിസീസ്, അവരുടെ എക്കണോമിക് മാനേജ്മെന്റ്, ഇതിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രൗണ്ട് ലെവലിൽ നല്ല റിസെന്റ്മെന്റ് ഉണ്ട്. അടുത്തൊരു ഇലക്ഷൻ വന്ന് അവരോട് തോക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് ഞാൻ ഇതൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആൾക്കാരെ കണ്ണിപ്പൊടിയുള്ള പരിപാടിയാണ് ഈ റിസർവേഷൻ കൂട്ടുന്ന പോലെ.
പല സ്റ്റേറ്റുകൾ റിസർവേഷൻ കൂട്ടാറുണ്ട്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാൻഡേറ്റ് ചെയ്തേക്കുന്ന റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ OBCs ആൻഡ് SC/ST ടോട്ടലി 50% വരാവുള്ളൂ. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ പല സ്റ്റേറ്റുകളും 65%, 69% ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ലീഗൽ സ്ക്രൂട്ടിനിക്ക് പോയ കോടതി തള്ളൂലേ. കാര്യം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ലേ കോടതിക്ക് വിധി പറയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അവരത് ചെയ്യും. എന്താണ്, ഞങ്ങൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്തു, പക്ഷേ കോടതിയാണ് തള്ളിയത് എന്ന് കാണിച്ച് ആൾക്കാരുടെ ഒരു സിമ്പതിയും ഒക്കെ നേടി അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലുള്ള പരിപാടി മാത്രമാണ്. അപ്പം എന്തായാലും ഇതിനുള്ളൊരു പരിഹാരം, ഇപ്പൊ അവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ റിസൺമെന്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, മൈഗ്രന്റ് വർക്കേഴ്സിനും കൂടി ഈ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് കൊടുക്കുക, ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനീസിനെ നിർബന്ധിതരാക്കുക, എന്നിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ലോങ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാനുള്ള ഇത് ചെയ്തിട്ട് ഒരു ഈ ലെവൽ പ്ലേയിങ് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ആരെ എടുത്താലും മതി എന്നൊരു സിറ്റുവേഷൻ വരും. മൈഗ്രന്റ് വർക്കേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവത്തില്ല. അപ്പം പിന്നെ ലോക്കൽസിന് കൂടുതലായിട്ട് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന അവസരം വരും, അവിടെ മെറിറ്റ് മാത്രം നോക്കിയിട്ട്. അതാ സർക്കാർ ചെയ്യേണ്ട. അല്ല ഇതുപോലുള്ള ഒരിക്കലും ഒരിക്കലും കോർട്ടുകളുടെ സ്ക്രൂട്ടിനിയിൽ തള്ളിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരിക്കലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയല്ല വേണ്ടത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഇതില് ഒരു ഹിന്ദു പറയുന്നത് ഈ 2 വയലേഷനാണ് ഞാൻ പറഞ്ഞത്, 14 and 19. അതല്ലാതെ ആർട്ടിക്കിൾ 16(3) വയലേഷനും ഇതിന്റെ അകത്ത് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദ എഫോർ മെൻഷൻ റീസൺസ്, ദ കർണാടക ബിൽ ഈസ് ഓൾസോ വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 16(3) ദാറ്റ് അലോസ് ഫോർ റിസർവേഷൻ ബേസ്ഡ് ഓൺ റെസിഡൻസ് ബട്ട് ലിമിറ്റ്സ് ഇറ്റ് ടു എ പബ്ലിക് എംപ്ലോയ്മെന്റ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു വയലേഷനും കൂടെ ഇതിലുണ്ടെന്നാണ് പറയുന്നത്. കാര്യം 16(3) ഇതില് റെസിഡൻസിന്റെ ബേസിൽ റിസർവേഷൻ കൊടുക്കാനുള്ള ഇതുണ്ട്. അതായത് ഇപ്പൊ കേരളൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളൈറ്റിന് ഒരു പ്രിഫറൻസ് കിട്ടും. പക്ഷെ ഏതിലാ, പബ്ലിക് എംപ്ലോയ്മെന്റിൽ, ഗവൺമെന്റ് ജോലിയിൽ. പ്രൈവറ്റ് ജോലിയിൽ അത് കൊടുക്കാൻ യാതൊരു വകുപ്പും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വയലേഷൻ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ഇതാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ അകത്തുള്ളത്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ളത് വായിച്ചു നോക്കിയത്. ഇനി ട്രംപ് സീസൺ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷനിൽ ട്രംപിന് ഇപ്പം കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ എഡിറ്റോറിയലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രംപ് ഇലക്ഷനിൽ US നവംബറിൽ നടക്കാൻ പോകുന്ന പ്രസിഡന്റ് ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപ് ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ബട്ട് സ്റ്റിൽ 2 to 3 months are there for the actual election. So within that time there might be some changes in the ground level situation. If that happens, sometimes he will lose, or Joe Biden or X or Y candidate from the Democratic Party will get a breathing space against Donald Trump. But as of now, there is no such kind of advantages for the Democratic Party candidate, Joe Biden. Sometimes some media reports are suggesting that he will withdraw from the race because of his age-related problem, dementia problems, etc. And some other person will come against Donald Trump from the Democratic Party. അപ്പൊ പ്രസന്റ് സിറ്റുവേഷനിൽ ട്രംപിന് തന്നെയാണ് അഡ്വാൻറ്റേജ്. വലിയ ഡ്രമാറ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നവംബറിൽ ട്രംപ് വിൽ ബി ദ ന്യൂ പ്രസിഡന്റ് ഓഫ് USA ആൻഡ് ഹിസ് റണ്ണിംഗ് മേറ്റ് JD Vance will become the vice president of USA. JD Vance is a clone of Donald Trump. അദ്ദേഹത്തിന്റെ പോളിസീസ് തന്നെയാണ് JD Vance ഫോളോ ചെയ്യുന്നത്. മാത്രമല്ല ഹീസ് ജസ്റ്റ് 39 years of old. അപ്പൊ അദ്ദേഹത്തിന് പിക്ക് ചെയ്തേ കൂടിയ യങ് പോപ്പുലേഷൻ, എസ്പെഷ്യലി മെയിൽ യങ് പോപ്പുലേഷന്റെ ഒരു പിന്നീട് സപ്പോർട്ട് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 39 years ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ പുള്ളിയിൽ കൂടെ അവിടുത്തെ അമേരിക്കയിലെ യങ് മെയിൽ പോപ്പുലേഷന്റെ സപ്പോർട്ട്, ഫീമെയിൽ പോപ്പുലേഷന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടി ഒഫീഷ്യലി ഡൊണാൾഡ് ട്രംപിനെ കാൻഡിഡേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത ആ ഒരു ലാസ്റ്റ് മീറ്റിംഗിൽ ട്രംപിന്റെ ഭാര്യ, ട്രംപിന്റെ ഡോട്ടർ ഇൻ ലോ, ട്രംപിന്റെ ഗ്രാൻഡ് ഡോട്ടർ, അതുപോലെ JD Vanceന്റെ വൈഫ്, ഇവരെല്ലാവരെയും കൊണ്ട് സ്റ്റേജിൽ അണിനിരത്തിയായിരുന്നു. അതുവഴി അവിടുത്തെ ഫീമെയിൽ പോപ്പുലേഷൻ ഇദ്ദേഹത്തിനെതിരെ കുറച്ച് റിസൺമെന്റ് ഉണ്ട്. പുള്ളി പണ്ട് നടത്തിയ ചില സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒക്കെ പേരിൽ അവരെയും കൂടെ വിൻ ചെയ്യാനാണ്, അവരുടെ മൈൻഡ്സും കൂടെ വിൻ ചെയ്യാൻ ട്രംപ് ശ്രമിക്കുന്നു. ഓക്കെ, പിന്നെ കുറെ സ്വിംഗ് സ്റ്റേറ്റ്സുകളുണ്ട് US ആര് പ്രസിഡന്റ് ആവണോ തീരുമാനിക്കുന്നത്. അവിടെ ഇപ്പൊ അഡ്വാൻറ്റേജ് ട്രംപിനാണ്. ആ അഡ്വാൻറ്റേജ് കൂടുതൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഈ JD Vanceൽ കൂടെ. അത് അവിടെ നിൽക്കട്ടെ. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ പറയാനുള്ളത് ട്രംപ് പ്രസിഡന്റ് ആയ ലോകത്ത് എന്ത് സംഭവിക്കുക, അതാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്.
അത് ഈ എഡിറ്റോറിയൽ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതുവരെ വന്ന എഡിറ്റോറിയൽസ് ഒന്നും അങ്ങനെ കൂടുതലായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടില്ല. ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആന്റി ഇമിഗ്രേഷൻ പോളിസി ആണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ആന്റി ഇമിഗ്രേഷൻ പോളിസി US എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും. ബിക്കോസ് ഒരു ലാർജസ്റ്റ് ചങ്ക് ഓഫ് ഇമിഗ്രൻസ് ടു US ഈസ് ഫ്രം ഇന്ത്യ. അപ്പം ആ ഒരു പ്രോബ്ലം ഇന്ത്യക്കാർക്ക് ഉണ്ടാവും. രണ്ടാമതായിട്ട് ലോകത്തിലെ മറ്റ് കൺട്രീസിന് ഉണ്ടാവാൻ പോകുന്ന പ്രോബ്ലംസിൽ ഒരു കൺട്രി എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ഈസ് ഗോയിങ് ടു സഫർ അണ്ടർ ഡൊണാൾഡ് ട്രംപ്സ് പ്രസിഡൻസി ബിക്കോസ് ഇറാൻ ഈസ് ആൻ ആർച്ച് റൈവൽ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊപ്പം നിന്ന് ട്രംപ് ഇറാനെ ഒരുപാട് പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് പഴയ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലിന് കൂടുതൽ സപ്പോർട്ട് US സൈഡിൽ നിന്ന് കിട്ടും. അങ്ങനെ ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇനിയും അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ട്രംപ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് അത് കൂടുതൽ അവിടുത്തെ ഒരു സിറ്റുവേഷൻ വിഷിയേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ യുക്രൈൻ റഷ്യ വാർ അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം യുക്രൈൻ ഈസ് റണ്ണിങ് ദിസ് വാർ ഫ്രം ദ support of USA, fund support of USA, and Donald Trump publicly stated that he is not interested in providing further funds to Ukraine for this war against Russia. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ക്രഞ്ച് കൊണ്ട് അല്ലാതെ തന്നെ ഇപ്പം യുക്രൈൻ അവിടെ സഫർ ചെയ്യുന്നുണ്ട്. അവസാനം ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിലേക്ക് യുക്രൈന് റഷ്യ ആയിട്ട് പോകേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ട്രംപിന്റെ പ്രസിഡൻസിയിൽ ലോകത്ത്. പിന്നെ ചൈനയുമായിട്ട് ട്രേഡ് വാർ, അല്ലാത്തൊരു വാറിലൊന്നും ചൈനയായിട്ട് US പോകൂല. ട്രേഡ് വാർ, കച്ചവട വ്യാപാര യുദ്ധം, അത് എസ്കലേറ്റ് ചെയ്യും. ഇതൊക്കെയാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. ഇത് ഞാൻ ഈ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ എന്റെ മറ്റേ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിരുന്നു. ഒരു ലോങ് വീഡിയോ ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പൊ എന്തായാലും ട്രംപ് സീസൺ എന്ന് പറയുന്ന എഡിറ്റോറിയലും അവിടെ കാണാം. ഇനി അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ലിവിംഗ് ഇൻ ഡിനയൽ അബൌട്ട് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇത് ജസ്റ്റ് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിന്റെ പേര് ദ ഇന്ത്യ KLMES ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവമാണ്. ഇത് ഇന്ത്യ KLEMS ഡാറ്റാബേസ്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3-4 വർഷം കൊണ്ടല്ലോ ഇന്ത്യയിൽ 8 കോടി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ മൊത്തത്തിൽ ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും കൂടെ ചേർത്ത് 8 crores ജോബ്സ് ജനറേറ്റ് ചെയ്തു ഇന്ത്യയിൽ നിന്നാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പറഞ്ഞ റിപ്പോർട്ട് KLMES ഡേറ്റാബേസ് എന്ന റിപ്പോർട്ട് പറഞ്ഞേക്കുന്നത്. ഇതെടുത്ത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒപ്പോസിഷൻ പാർട്ടീസിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് യൂസ് ചെയ്ത്. കാര്യം ഒപ്പോസിഷൻ പാർട്ടീസ് വെറുതെയാണ് പറയുന്നത് ഇന്ത്യയില് ജോബ് ജനറേഷൻ കുറവാണ്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ഈ ഒപ്പോസിഷന്റെ ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് വെറുതെയാണെന്ന് അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിനെ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഇതില് ഈ ഒരു JNUവിലെ റിട്ടയർഡ് പ്രൊഫസർ അത് എഴുതിയിരിക്കുന്ന പുള്ളി പറയുന്നത് വെച്ചാല് സിറ്റി ഗ്രൂപ്പ് പോലെ ഉള്ള ലോകത്തിലെ ഏജൻസീസ്, അതുപോലെ ഗവൺമെന്റ് റൺ അല്ലാത്ത CMIE എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലെ പ്രൈവറ്റ് ഏജൻസീസ്, ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇനഫ് ജോബ് ജനറേഷൻ നടക്കുന്നില്ല എന്നാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന ബാക്കി അഭിപ്രായങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പുള്ളി ഇന്ത്യയിൽ ജോബ് ജനറേഷൻ കുറവാണല്ലോ, അൺഎംപ്ലോയ്മെന്റ് കൂടുതലാണ് എന്ന് കാണിക്കാൻ വേണ്ടി പുള്ളി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഹിന്ദു ഈ ആർട്ടിക്കിൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു 1-2 പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. ആ പാരഗ്രാഫ് 2 ഇതിൽ നിന്ന് റിമൂവ് ഉണ്ടായിരുന്നു. ഹിന്ദുവിന്റെ എഡിറ്ററിന്റെ ഒരു ജോലി അതായിരുന്നു. കാര്യം ആ 2 പാരഗ്രാഫ് ആക്ച്വലി ഈ മൊത്തം ആർട്ടിക്കിളിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഭംഗിയെ ഇല്ലാതാക്കി കളഞ്ഞു. അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്ന് പറയുന്നത് വെച്ചാല് UPയിലെ കോൺസ്റ്റബിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി 1000 വേക്കൻസിയിലേക്ക് 60,000 പേരോ അങ്ങോട്ട് അപ്ലൈ ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിൾ അതേ പറയുന്നുണ്ട് അദ്ദേഹം. അതുപോലെ 60,000-70,000 കണ്ട വേക്കൻസി ഉണ്ടായിരുന്ന NTPC, റെയിൽവേയുടെ NTPC എക്സാം ഉണ്ടല്ലോ 2020 നടന്ന എക്സാമിൽ 1.25 കോടി ആൾക്കാർ അപ്ലൈ ചെയ്തു. അതുപോലെ അഗ്നിവീർ സ്കീം കൊണ്ടുവന്നപ്പോൾ ആൾക്കാരുടെ ഇടയിൽ റിസന്റ്മെന്റ് ഉണ്ടായി. ഇതൊരിക്കലും അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു സിമ്പിളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ NTPC എക്സാം നടക്കുമ്പോൾ 1.25 crore ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയതുകൊണ്ടല്ല അതിനുവേണ്ടി അപ്ലൈ ചെയ്തത്. ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കുറെ കുട്ടികൾ അന്ന് NTPCയുടെ എക്സാംസിന്റെ കോച്ചിങ്ങിന് അന്ന് ജോയിൻ ചെയ്തിരുന്നു. അവരിൽ ഒരുപാട് പേരും
ടെക്നോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ അവർ നല്ല സാലറി മേടിക്കുന്ന പ്രൈവറ്റ് എംപ്ലോയീസ് ആയിരുന്നു. വേറെ കുറെ ആൾക്കാരെന്ന് വെച്ചാൽ അതല്ലാതെ ടെക്നോ പാർക്ക് അല്ലാത്ത കുറെ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലം ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ അവർ മോർ ദാൻ 20,000 rupees പെർ മന്ത് സാലറി വാങ്ങുന്നവരാണ്. അപ്പൊ അവർ അൺഎംപ്ലോയിഡ് ആയിട്ട് കൂട്ടാൻ പറ്റും. അവർ കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള അപ് ടു 60 years വരെ വിത്തൗട്ട് എനി പ്രോബ്ലം സാലറി ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ജോബിലേക്ക് ഇത്രയും വേക്കൻസീസ് വന്നപ്പോൾ അതിൽ ആ നോട്ടിഫിക്കേഷൻ അങ്ങനെ തന്നെയല്ലേ മിക്കവാറും എല്ലാ ഗവൺമെന്റ് ജോബിലും. അപ്പൊ എല്ലാം തൊഴിൽരഹിതരായിട്ടുള്ള ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ യഥാർത്ഥം ആന മണ്ടത്തരമാണ് ഈ ആർട്ടിക്കലിന്റെ. അതുപോട്ടെ, അത് ഞാൻ പറഞ്ഞുള്ളൂ, അത് 2 പാരഗ്രാഫിൽ അങ്ങനെ പറയുന്നുണ്ട് പുള്ളി. അത് പക്ഷെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ആണെങ്കിൽ ഈ എഡിറ്റോറിയൽ ഒന്നുകൂടെ ഈ ആർട്ടിക്കിൾ ഒന്നുകൂടെ എൻറിച്ച് ആയനായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഇന്ത്യ KLMES ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഭവം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തതാണ്. ഇതേ സമയത്ത് SBI വേറൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ RBIയുടെ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ത്യയിൽ 8 കോടിയോളം ജോബുകൾ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ജനറേറ്റ് എന്ന് പറയുമ്പോൾ SBI പറയുന്ന കഴിഞ്ഞ 9-10 വർഷങ്ങൾ കൊണ്ടാണ് അത്രയും ജോബ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഇനി പക്ഷെ ഇന്ത്യയിലെ ടോട്ടൽ ആൾക്കാർ ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് സെയിം ആണ്, 59.7 crore എന്നാണ് ഇപ്പൊ പക്ഷെ അതും ഒരു ഗവൺമെന്റ് സർവേ ആണ്. ASUSC എന്ന് പറയുന്ന സർവേ ഉണ്ട്, ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു സർവേ വന്നിട്ടുണ്ട്. ആ ഒരു സർവേയിൽ പറഞ്ഞേക്കുന്നതും അതുപോലെ SBIയുടെ സർവേയിൽ പറഞ്ഞേക്കുന്നതും എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് സെയിം ആണ്. അപ്പൊ അത് രണ്ടും പക്ഷേ ഗവൺമെന്റ് തന്നെ സർവേ ആയിട്ട് കൂട്ടാൻ പറ്റും. SBI ഒരു ഗവൺമെന്റിന്റെ തന്നെ സ്ഥാപനമാണല്ലോ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും. ഓക്കെ, പക്ഷേ പിന്നെ താഴോട്ട് വരുമ്പോൾ പ്രൈവറ്റ് സംഭവമായ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി CMIE എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് 7% ഇപ്പൊ 9.2% ആയിട്ട് കഴിഞ്ഞ മാസം കൂടി എന്നൊരു റിപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോ ഈ പറഞ്ഞ SBIയുടെ റിപ്പോർട്ട് പറയുന്ന ഒരു കാര്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്ന വേറൊരു കാര്യം, CMIയുടെ പ്രൈവറ്റ് സ്ഥാപനമായ CMIയുടെ റിപ്പോർട്ട് പറയുന്ന വേറൊരു കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡിയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞാൽ ഒറ്റ അൺഎംപ്ലോയ്മെന്റിലേ കാണാവുള്ളൂ, ഒറ്റ ഫിഗറിലേ കാണാവുള്ളൂ. പക്ഷേ ഈ 3 റിപ്പോർട്ട് നമ്മൾ 3 രീതിയിൽ. അതിന്റെ കാരണമാണ് ഇതിന്റെ അകത്ത് പറയുന്നത്, വേറൊന്നും അല്ല. ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞേക്കാം. ഒന്നെന്ന് പറയുന്നത്, ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ KLMES ഡാറ്റാബേസ് എന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ അതൊരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് സർവേ അല്ല. അവര് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഡേറ്റാസ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നടത്തുന്ന ഒരു എക്സ്ട്രാപൊലേഷൻ ആണ് ഈ സർവേ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ അവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഗവൺമെന്റിന് തന്നെ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തുന്ന അൺഎംപ്ലോയ്മെന്റ് സർവേയിലെ ചില ഡേറ്റകള്, അതുപോലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്നുള്ള വേറൊരു സർവേ ഉണ്ട്, അതിലെ ചില ഡേറ്റകള്, ഇതൊക്കെയാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പറഞ്ഞ KLMES ഡേറ്റയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനാണ് NSSO. അവരുടെ ഡേറ്റ സെറ്റ് യൂസ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് പറയുന്ന പ്രഡിക്ഷൻസുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് പുറത്തുവിടുന്ന പ്രഡിക്ഷൻസുമായിട്ട് അലൈൻ ചെയ്യുന്ന റിപ്പോർട്ട് RBIയുടെ ഇതിൽ നിന്ന് വരുള്ളൂ. അപ്പൊ RBI അല്ല സ്വന്തം നിലയിൽ ഇതിന്റെ ഡേറ്റാബേസിൽ നിന്ന് എടുത്ത് ജനറേറ്റ് ചെയ്തതല്ല. അപ്പം അത് ഒരു കാര്യമായിട്ട് നീ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ ഡേറ്റയുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സർവേ ആയിട്ട് അത് പുറത്തു വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഡേറ്റാസ് തന്നെയാണ് അവർ യൂസ് ചെയ്തത്, അല്ലാതെ അവരൊരു പ്രത്യേകിച്ച് സർവേ ഒന്നും നടത്തിയിട്ടില്ലെന്ന് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രോബ്ലം പറയുന്നത് വെച്ചാല് ഇതില് ഈ പറഞ്ഞ സർവേയിൽ തന്നെ പലതും ഈ സെൻസസ് ഡേറ്റ, അതുപോലെ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ ASSU സർവേ തന്നെ ഇപ്പം വന്നേക്കുന്നതിൽ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് സെൻസസിന്റെ 2011 അവസാനം നമ്മുടെ ഇന്ത്യയിൽ സെൻസസ് നടന്ന 2011 നടന്ന സെൻസസിന്റെ ഡേറ്റ, അതുപോലെ അർബൻ ഫ്രെയിം സർവേ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഡേറ്റയൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ അർബൻ ഫ്രെയിം സർവേ അവസാനം ഇന്ത്യയിൽ നടന്ന 2012-17 കാലഘട്ടത്തിലാണ്. അപ്പൊ അതിനുശേഷം അത് നടന്നിട്ടില്ല. ഈ സെൻസസ് അവസാനം 2011 അപ്പൊ ഈ 2 സംഭവം യൂസ് ചെയ്താണ് ഈ ASSUSC എന്ന് പറയുന്ന സർവേ വന്നേക്കുന്നത്. അപ്പം ASUSC അതിന്റെ എക്സ്പാൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ASUSC സർവേ എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന് തന്നെ ഒരു ഇപ്പൊ പുറത്തു വന്നൊരു സർവേയാണ്. ASUSC സർവേയുടെ എക്സ്പാൻഷൻ ഇവിടെ ഇന്നത്തെ ഹിന്ദുവിൽ ഞാൻ ഈ ആർട്ടിക്കിളിന്റെ അകത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. നിങ്ങൾ നോക്കിക്കോ, ASUSC സർവേ അത് ഗവൺമെന്റ് തന്നെ ഒരു സർവേ ആണ്. ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ്
സംതിങ് എന്നാണ് അൺഇൻകോർപ്പറേറ്റഡ് സംതിങ് ആനുവൽ സർവേ ഓഫ് അൺഇൻകോർപ്പറേറ്റഡ് സംതിങ്. അത് നോക്കിക്കൊള്ളാം, നിങ്ങൾ നോക്കിക്കൊണ്ടാൽ മതി അതിന്റെ എക്സ്പാൻഷൻ. അത് എനിക്ക് എക്സ്പാൻഷൻ എക്സാക്ട്ലി ഇപ്പോൾ ഓർമ്മയില്ല, കുറച്ചു മുമ്പേ അത് വായിച്ചതാണ്. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. അൺഇൻകോർപ്പറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ രജിസ്റ്റേർഡ് ഒന്നും അല്ലാത്ത ഓർഗനൈസേഷൻസ്, ആ ഓർഗനൈസേഷൻസിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഇപ്പം ഫാമിലി എന്റർപ്രൈസസുകൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ ഒക്കെ സ്ഥാപിച്ചേക്കുന്ന അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്റിറ്റീസ് ആവാം, അതൊക്കെ പലതും അൺഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സർവേയാണ് ASSU സർവേ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ അതിന്റെ എക്സ്പാൻഷൻ എന്താണ്. അപ്പൊ ഈ ASSU സർവേയിലൊക്കെ യൂസ് ചെയ്തത് 2011 സെൻസസിന്റെ 2012-17 പിന്നീട് 2012-17 കാലഘട്ടത്തില് ആണ് അർബൻ ഫ്രെയിം സർവേ അവസാനമായിട്ട് നടന്നത്. അപ്പൊ ഈ അർബൻ ഫ്രെയിം സർവേയിലെയും സെൻസസിലെയും പിന്നീട് ഡേറ്റാസ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിലൊരു ഡേറ്റ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം വരും. കാര്യം സെൻസസ് അതിന് ശേഷം നടന്നിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ ഈ പറഞ്ഞ സംഗതികളൊന്നും പിന്നീട് നടന്നിട്ടില്ലെങ്കിൽ പഴയ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പഴയ സാധനങ്ങൾ യൂസ് ചെയ്തപ്പോൾ പറ്റിയ വേറൊരു പ്രോബ്ലം എന്താണെന്ന് പറയുമോ, ഈ 12-17 ഞാൻ പറഞ്ഞു അർബൻ ഫ്രെയിം സർവേ നടക്കുന്നു. അതിനുശേഷം പിന്നെ അതും നടന്നിട്ടില്ല. പക്ഷേ 17 ശേഷം എന്തൊക്കെ നടന്നു ഇന്ത്യയിൽ? 16-17 കാലഘട്ടത്തിലാണ് ഡിമോണിറ്റൈസേഷൻ നടക്കുന്നത്. 17 GST വരുന്നു. ഇതെല്ലാം ഡിസ്റപ്ഷൻസ് ആണ് എക്കോണമിയിൽ. പിന്നെ അതിനുശേഷം കോവിഡ് വരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് എന്റർപ്രൈസസ് പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തു, അല്ലെ? അപ്പം ഈ പഴയ ഈ പറഞ്ഞ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് പുതിയ എംപ്ലോയ്മെന്റ് ഡേറ്റ ജനറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം, ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ക്ലോസ് ഡൗൺ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു ഡ്യൂ ടു ദ ഡിസ്റപ്ഷൻസ് കോസ്ഡ് ഇൻ അവർ എക്കോണമി, ലൈക്ക് demonetization, introduction of GST, then കോവിഡ് പ്രോബ്ലം, ഇതെല്ലാം കൊണ്ട്. അപ്പൊ അതൊന്നും ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ പുതിയ ഇതിന്റെ അകത്ത് കാര്യം അവര് പഴയ ഡേറ്റ ഉപയോഗിച്ചല്ലേ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ സെറ്റിന്റെ ക്വാളിറ്റിയിലെ ഇഷ്യൂവും വരും. അപ്പം ഇതൊക്കെ ആണ് പല രീതിയിലുള്ള പല രീതിയിലുള്ള അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ പല ഏജൻസീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണമായിട്ട് പറഞ്ഞത്. പിന്നെ ഈ CMI എന്ന് പറയുന്ന പ്രൈവറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ഡേറ്റ ഈ ടോട്ടൽ ഇതുമായിട്ട് ഡിഫറെന്റ് ആവാനുള്ള കാരണം ഈ മിക്കവാറുള്ള ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവേകളിലെല്ലാം ആക്ച്വലി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണമെന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അവരൊരു ഫാമിലി എന്റർപ്രൈസസിൽ എംപ്ലോയിഡ് ആയിരിക്കും, പക്ഷെ അതിൽ ഇൻകം അവർക്ക് കാണത്തില്ല. അപ്പൊ അതായത് ഇപ്പം ഞാനിപ്പോ ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് എൻ്റെ ഫാമിലി റൺ ആയിട്ട് നടത്തുന്നു. അപ്പൊ അതിൽ ഞാൻ എൻ്റെ ഭാര്യയെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മക്കളെ എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നു. ഇവർക്ക് അതിന് സാലറി എന്ന യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. പക്ഷേ സ്റ്റിൽ എംപ്ലോയിഡ് ആണെന്ന് വെച്ചാൽ എംപ്ലോയിഡ് ആണ്, ഞാൻ പ്രത്യേകിച്ച് സാലറി ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എംപ്ലോയ്മെന്റിനെയും ഈവൻ ഇഫ് ദേ ആർ നോട്ട് പെയ്ഡ്, ദെൻ ഓൾസോ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എംപ്ലോയ്മെന്റ് ഇൻ മിക്കവാറുള്ള ഓൾ ഗവൺമെന്റ് സർവീസിലും അങ്ങനെയാണ്. പക്ഷേ CMIയിൽ അങ്ങനെയല്ല. അവർ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാത്രമേ അവർ എംപ്ലോയ്മെന്റ് ആയിട്ട് കൂട്ടുള്ളൂ. അതായത് ILOയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയ്മെന്റിൽ നമ്മൾ എൻഗേജ് ചെയ്തിരുന്ന മാത്രമേ അയാളെ എംപ്ലോയിഡ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പൊ CMI ഡാറ്റ ആയിരിക്കും ഇപ്പൊ കുറച്ചുകൂടെ ആക്യുറേറ്റ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 9% ആൾക്കാർ അൺഎംപ്ലോയിഡ് ആണെന്നാണ് കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് അവർ അനലൈസ് ചെയ്തേക്കുന്നത് അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയെ കുറിച്ചൊക്കെ. പിന്നെ ദ പ്രോമിസ് ഓഫ് പാരാമെട്രിക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മളിപ്പോ ഈ സാധാരണ ഇൻഷുറൻസുകൾ എങ്ങനെയാണ്, ഈവൻ ഇഫ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, സുനാമിയോ അല്ലെങ്കിൽ ഫ്ലഡോ അല്ലെങ്കിൽ ഡ്രോട്ട് സിറ്റുവേഷനോ ഒക്കെ ഉണ്ടായാലും ഒരു ഇൻഡെംനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് കുറച്ച് ക്രോപ്പ് ഉണ്ട്, ആ ക്രോപ്പിൽ ലോസ് സംഭവിച്ചു. അപ്പോൾ ഈ ഇൻഷുറൻസിന്റെ ആൾക്കാർ ഗവൺമെന്റ് ഇൻഷുറൻസ് ആണെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ വരുന്നു, നമ്മളുടെ ലാൻഡിൽ വരുന്നു, എന്നിട്ട് ആ ലാൻഡിലുണ്ടായ ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ഈ കോമ്പൻസേഷൻ തരുന്നത്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊരു മാസ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ അതിൽ പലപ്പോഴും വൾണറബിൾ ആയിട്ടുള്ള നമ്മളുടെ സൊസൈറ്റിയിലെ പല ആൾക്കാർക്കും ഈ പറഞ്ഞ അവരുടെ അസറ്റ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ പോലും ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ ഈ വാസ്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ഈ എൻവയോൺമെന്റ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡെംനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസിലേക്ക് പോകുമ്പോൾ
അവർക്ക് ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും ഒരു പക്ഷേ, അല്ലെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ട് വരും. അപ്പൊ കോമ്പൻസേഷൻ കിട്ടേണ്ട ഈ അഫക്റ്റഡ് പാർട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കിട്ടാത്ത അവസ്ഥ വരും. വലിയ ഇതുപോലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും. അപ്പൊ ഇത് കൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പൊ ഇത്തരത്തിലുള്ള പാരാമെട്രിക് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഇത് വായിച്ചപ്പോൾ വളരെ മനസ്സിലാക്കിയ കാര്യങ്ങളെ അറിയാവുള്ളൂ, കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ രാജ്യങ്ങളാവാം, സ്റ്റേറ്റുകളാവാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകളിലെ ലോക്കൽ ബോഡീസ് ആവാം, അതായത് നമ്മളെ പഞ്ചായത്ത് രാജ് സംവിധാനം അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളൊക്കെ ആവാം, അവർ ഒരു ഏരിയയിലെ ആൾക്കാരെ കംപ്ലീറ്റ് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കുകയാണ്. ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് അവർ ഇപ്പോൾ ടെൻഡർ ക്ഷണിക്കും. ടെൻഡർ ക്ഷണിച്ചിട്ട് അതിന്റെ പ്രീമിയം ഒക്കെ അടയ്ക്കണമല്ലോ. അപ്പോൾ ആ പ്രീമിയം ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന കമ്പനിക്ക് കൊടുക്കും. എന്നിട്ട് അവർ ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് സംഭവങ്ങളെയും ഇൻഷുർ ചെയ്യണം. ഇൻഷുർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം സ്റ്റേറ്റ് കൊടുക്കണം. സ്റ്റേറ്റ് ആണ് അവരെ ഈ ഇൻഷുറൻസ് ഏൽപ്പിച്ചേക്കുന്നതെങ്കിൽ സ്റ്റേറ്റ്, ലോക്കൽ ബോഡീസ് ആണെങ്കിൽ ലോക്കൽ ബോഡീസ്, അതല്ല അവിടുത്തെ ആ ഒരു രാജ്യം ആണെന്നുണ്ടെങ്കിൽ ആ രാജ്യം കൊടുക്കണം. പക്ഷേ ചിലപ്പം ആ ഇൻഷുറൻസ് പ്രീമിയം സ്റ്റേറ്റോ അല്ലെങ്കിൽ രാജ്യമോ ഒക്കെ കൊടുക്കുമ്പോൾ അവിടുത്തെ അഫക്ട് ചെയ്യാൻ പോകുന്ന പോപ്പുലേഷന് ഒരു ചെറിയ പ്രീമിയം കളക്ട് ചെയ്തായിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പം ആ പ്രദേശത്ത് ഈ ലോസ് ഫീൽഡിൽ വന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡെംനിറ്റി ബേസ്ഡ് ഇൻഷുറൻസുകളെ പോലെ ഫീൽഡിൽ വന്ന് അവർ അനലൈസ് ചെയ്യത്തില്ല. അവർ അവിടുത്തെ ടോട്ടൽ ലോസ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ ലോസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇൻഷുറൻസ് ഈ പറഞ്ഞ കൺസേൺഡ് ഏജൻസിക്കായിരിക്കും കൈമാറുന്നത്. ചിലപ്പം അത് അവിടുത്തെ ആ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO തന്നെ ആവാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. അങ്ങനെയൊക്കെ ലോകത്ത് അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട് ഒരുപാട്, അതൊക്കെ ഈ പറയുന്നുണ്ട്. അപ്പൊ അവർ ആ അഫക്റ്റഡ് ആൾക്കാർക്ക് വേണ്ടിയുള്ള ആ ഒരു ടോട്ടൽ ഇൻഷുറൻസ് സ്വീകരിക്കും, അത് അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻഷുറൻസിലേക്ക് മാറണം ഇനി എന്നാണ് പറയുന്നത്. കാര്യം പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ റീജിയൻ ഇതുപോലുള്ള എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിന് പ്രോൺ ആണ്. അതിൽ തന്നെ ഇന്ത്യ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിൽ കൂടുതൽ പ്രോൺ ആയിട്ടുള്ള പ്രദേശങ്ങളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ പാരാമെട്രിക് ഇൻഷുറൻസിലേക്ക് മാറണമെന്നാണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെ നേരിടാൻ വേണ്ടി. അതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഒരു ആശയം ഒരു പിടികിട്ടി കാണും. ഇനി അത് വായിച്ചൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇനി ഗ്രൗണ്ട് സീറോ ഒന്നും വേണ്ട. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് തീരെ കുറവാണ്. OPED പേജിൽ ഒന്നും കാണത്തില്ല, ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് ഇല്ല ഹിന്ദുവില് സാറ്റർഡേസില്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബംഗ്ലാദേശ് ആക്ച്വലി ഇപ്പം ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ്. ബംഗ്ലാദേശിൽ ആന്റി റിസർവേഷൻ അജിറ്റേഷൻ പടർന്നു പിടിക്കുന്നു. ബംഗ്ലാദേശിൽ 150-ലധികം ആൾക്കാർ കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ ക്യാപിറ്റലായ ധാക്കയിൽ മാത്രം മോർ ദാൻ 50 സ്റ്റുഡൻസും യൂത്തും എല്ലാം കൂടെ ചേർന്ന് കില്ല് ചെയ്യപ്പെട്ടെന്നാണ് പറയുന്നത്. ആന്റി റിസർവേഷൻ പ്രൊട്ടസ്റ്റ് ഈസ് സ്പ്രെഡിങ് ലൈക്ക് ഫയർ ഇൻ ബംഗ്ലാദേശ്. അപ്പോൾ അത് ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന് ഇറ്റ് വിൽ ബി വെരി വെരി ചലഞ്ചിങ് സിറ്റുവേഷൻ അതിനെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി യൂത്താണ് ആജിറ്റേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് അവര് ഏറ്റവും വലിയ ഇന്റേണൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ന്യൂസ് കാണാം. ആസാം ചീഫ് മിനിസ്റ്ററൊക്കെ കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ആസാമിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ബംഗ്ലാദേശിലുണ്ട്, ടൂറിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടോ ഒക്കെ. അപ്പൊ അവരൊക്കെ അവിടെ സ്ട്രാൻഡഡ് ആണ്. ആസാം CM ഈസ് ആക്ച്വലി seeking help from the central government for evacuating our students from Bangladesh. Okay. പിന്നെ ഇലക്ട്രൽ ബോൺസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഇലക്ട്രൽ ബോൺസ് അറിയാലോ, പണ്ട് ഇലക്ഷൻ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഇലക്ട്രൽ ബോൺസ് എന്ന് പറഞ്ഞാൽ. ബോണ്ടാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമേ ആ ബോണ്ട് കിട്ടുകയുള്ളൂ. ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് ഡൊണേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബോണ്ടുകൾ 1000 രൂപ തൊട്ട് 1 കോടി രൂപ വരെ കണ്ടുള്ള ബോണ്ട് ഉണ്ടായിരുന്നു, മേടിച്ച് നമുക്ക് ആ പാർട്ടിക്ക് കൊടുക്കുക. ആ പാർട്ടി അവരുടെ അക്കൗണ്ടിൽ മാത്രമേ ആ ക്യാഷ് ബോണ്ട് എൻകാഷ് ചെയ്യാവുള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് അത് ബാൻ ചെയ്തു. അതിൽ ചില പ്രൊവിഷൻസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് സുപ്രീം കോടതിയിൽ നടക്കാൻ പോയി. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. അപ്പൊ SBI നിന്ന് മാത്രമേ ആ ബോണ്ട് വാങ്ങാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ ആ ബോണ്ട് ഇല്ല, ജസ്റ്റ് പറഞ്ഞല്ലേ, ഇലക്ട്രൽ ബോണ്ട്. പിന്നെ ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ട് അലോസ് പ്രൊട്ടക്ഷൻ ടു ഇന്റർഫെയ്ത്ത് ലിവ് ഇൻ കപ്പിൾ അണ്ടർ UCC. UCC എന്താണ്? യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലാ മതക്കാർക്കും ഒരേ സിവിൽ നിയമങ്ങൾ, വിവാഹം, അതായത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, സ്വത്തവകാശം, അതായത്
അതാണ്. പിന്നെ അഡോപ്ഷൻ, ദത്തവകാശം, ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ മതങ്ങൾക്കും ഒരേ നിയമങ്ങൾ കൊണ്ടുവരുന്ന പരിപാടിയാണ് UCC, യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ത്രൂ ഔട്ട് അവർ നേഷൻ എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അകത്ത് ആർട്ടിക്കിൾ 44ന്റെ അകത്ത് അത് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇൻ സർട്ടൻ സ്റ്റേറ്റ്സ് ഓൺലി യൂണിഫോം സിവിൽ കോഡ് ഈസ് കറന്റ്ലി existing. One state is Goa and the second state is Uttarakhand. Uttarakhand UCC on the Uniform Civil Code. അപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഒക്കെ അവിടെ അലൗഡ് ആണ്, പക്ഷെ അത് രജിസ്റ്റർ ചെയ്യണം. അതിപ്പോൾ ഏത് മതക്കാർ തമ്മിൽ വേണമെങ്കിലും ലിവ് ഇൻ റിലേഷൻഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണത്. ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ചാൽ അത് മാരേജ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നല്ല, ഞങ്ങൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് എന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരാഖണ്ഡ് ഹൈക്കോടതിന്റെ ഒരു വിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡർ എക്സ് ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്ര ഈസ് ന്യൂ അംബാസഡർ ടു US. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, എക്സ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന വിനയ് ക്വാത്ര. He was the foreign secretary of India until last week, and now he has been reappointed as India's ambassador to United States of America. So who is the new foreign secretary of India? That is Vikram Misri, MISRI, Vikram Misri, new foreign secretary of India. ഈ പേജിൽ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇന്നലെ മൈക്രോസോഫ്റ്റിലുണ്ടായ ചില ടെക്നിക്കൽ ഗ്ലിച്ചസ് മൂലം ലോകം മുഴുവനും എയർലൈനുകളൊക്കെ വലിയ പ്രോബ്ലത്തിലായിരുന്നു. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലും അകത്തെ പേജിലും ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ UPSCയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മനോജ് സോണി റിസൈൻ ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ മനോജ് സോണി ആയിരുന്നു. ഹി റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്. Actually, he has the term up to 2029 because of personal reasons. He resigned from the post 5 years before his tenure ends. നേവി ചീഫിനും ആർമി ചീഫിനും വിശിഷ്ട സേവാ മെഡൽസ് കിട്ടി, പരം വിശിഷ്ട സേവാ മെഡൽസ്. ഇന്ത്യയുടെ നേവി ചീഫ് ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. നേവി ചീഫിനെ വെറും ദിനേശ് കുമാർ ത്രിപാഠി എന്ന് പറയരുത്, അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അഡ്മിറൽ ഈസ് ദ ഒഫീഷ്യൽ പൊസിഷൻ ഓഫ് ഇന്ത്യൻ നേവി ചീഫ്. Admiral Dinesh Kumar Tripathi is the chief of Indian naval staff, and General Ubendra Dwivedi is the chief of Indian Army. General ആണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ നെയിം. General Ubendra Dwivedi, Army Chief Ubendra Dwivedi. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഈ പേജിൽ. കാരണം ഓരോരോ കമ്പനികളുടെ ലാഭത്തിനെ കുറിച്ചൊക്കെ, റിലയൻസിന്റെ ലാഭം ഒക്കെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. വിപ്രോയുടെ ലാഭം. വിപ്രോ ഇസ് ദ third or fourth biggest IT company in India. First IT company in India is TCS. Second biggest IT company is Infosys. Third is HCL, I think. Fourth biggest IT company is Wipro. Okay. പിന്നെ EPFO ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. EPFO എന്താണ്? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് EPFO? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. എംപ്ലോയീസിന് പ്രോവിഡന്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള PF പ്രോവിഡന്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് EPFO. പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയർ ആണ്. എംപ്ലോയറും പിന്നെ നമ്മളുടെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് ഒരു സാലറിയും കട്ട് ചെയ്യും. എന്നിട്ട് അത് കീപ്പ് ചെയ്യുന്ന EPFOയിലാണ്. EPFOക്കാണ് ഈ PF അടയ്ക്കേണ്ടത്. EPFO എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ പേജാണ്. ഇന്റർനാഷണൽ പേജിൽ ഹൂതീസിന്റെ ഒരു അറ്റാക്ക് ഇസ്രായേലിന് നേരെ ഉണ്ടായി. ഹൂതീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇറ്റ് ഈസ് എ ഷിയ militia organization supported by Iran. Iran is the world's biggest Shia Muslim country, or most prominent Shia Muslim country. They are supporting many Shia militia organization. Out of them, one organization is Houthis. Actually, Houthis is the de facto ruler in many parts of the country of Yemen. Capital of Yemen, Sana'a, is being controlled by Houthis. And after the eruption of Israel-Hamas war, Houthis is attacking Israel and its assets continuously in support of Hamas. Okay, അപ്പോൾ ഇന്നലെ ഇസ്രായേലിനെ ഹൂതീസ് അറ്റാക്ക് ചെയ്തു. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ആണത്.
Israeli occupation in Palestine illegal. ICJ. ICJ എന്താണ്? International Court of Justice. There are two international courts, ICJ and ICC. International Court of Justice is ICJ. ICC is International Criminal Court. Both court belongs to UN. These two courts belongs to United Nations, UN, ICJ and ICC. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹേഗ് ആണ്. ഹേഗ് എവിടെയാണ്? നെതർലാൻഡ്സിലെ ഹേഗ് ആണ്. നെതർലാൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന സിറ്റിയാണ് ICJയുടെയും ICCയുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്. അവര് ഗാസയിലെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ പാലസ്തീനിലെ ഇസ്രായേലിന്റെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തേക്കാണ്. മറ്റ് കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല. പിന്നെ സ്പോർട്സ് പേജില് ഒന്നുമില്ല. അതിനടുത്ത പേജ് വീണ്ടും സ്പോർട്സ്, വീക്കെൻഡ് സ്പോർട്സ് ആണ്. അതൊന്നും വേണ്ട നമുക്ക്. പിന്നെ നമ്മളുടെ സ്പോർട്സിൽ യഥാർത്ഥ പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് പഠിക്കേണ്ട ഒരു കാര്യം, ടെന്നീസിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒരെണ്ണമാണ്. ടെന്നീസിൽ നിന്നൊക്കെ റിട്ടയർ ആയതിനു ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന സംഭവമുണ്ട്. ടെന്നീസിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന ആൾക്കാരെയാണ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് ഇൻഡക്ട് ചെയ്യുന്നത്. ഹാൾ ഓഫ് ഫെയിം അത് റിട്ടയർ ആയതിനു ശേഷം അങ്ങനെ ഇൻഡക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള 2 പ്ലേയേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻഡക്റ്റഡ് ഇൻ ടു ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം. പഠിച്ചു വെച്ചേക്കണം names of those players: Vijay Amritraj and Leander Paes. Vijay Amritraj, both are retired players. Once the player retires, then only they will be inducted into Hall of Fame if they are great players of their time. അവരുടെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സ് ആയിരുന്നെങ്കിൽ മാത്രമേ അവരെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് എടുക്കുള്ളൂ. അല്ല കളിക്കുന്ന എല്ലാവരെയും ഹാൾ ഓഫ് ഫെയിമിൽ എടുക്കൂല. ഹാൾ ഓഫ് ഫെയിം എന്ന് അറിയുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ അറിയാലോ, അതൊരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ലെജൻഡ്സ് ആണ്. അപ്പൊ വിജയ് അമൃതരാജ് ആൻഡ് ലിയാണ്ടർ പേസ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ടെന്നീസിന്റെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട പ്ലേയേഴ്സ്. പിന്നെ ടൂർ ഡി ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പലതവണ. ടൂർ ഡി ഫ്രാൻസ് എന്ന് പറയുന്ന സംഭവം, ടൂർ ഡി ഫ്രാൻസ് വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. പിന്നെ പാരീസ് 2024 നെക്സ്റ്റ് മന്ത് ഒളിമ്പിക്സ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. Everyday Hindu newspaper is evaluating our chances of getting medals in the Paris Olympics. Last time in Tokyo Olympics, India won 7 medals. Out of them, 1 was gold. That was won by Neeraj Chopra in javelin throw. So this time, നമ്മളുടെ ടാലി 7 medals എന്നുള്ള ടാലി ആയിരുന്നു ഇന്ത്യയുടെ ബെസ്റ്റ് എവർ ടാലി. അത് ഇൻക്രീസ് ആവുമെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ലക്ഷ്യ സെന്നിന്റെ ഫോട്ടോ ആണ്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ബാഡ്മിന്റൺ പ്ലെയർ ആണ് ലക്ഷ്യ സെൻ. പിന്നെ ഇവിടെ എന്താണ്, ബംഗ്ലാദേശിലെ അണ്ടർസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. 105 ആണ് ആൾക്കാർ മരിച്ചത് കേട്ടോ, 150 അല്ല. ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്. പിന്നെ മൈക്രോസോഫ്റ്റിലെ പ്രോബ്ലം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ നമ്മളെ ഈ പ്രസിഡന്റിനും ഗവർണേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് അവര് ഓഫീസിലായിരിക്കുന്ന സമയത്ത് കേസസ് ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഒരു ഗവർണർ തെറ്റ് ചെയ്താലും പുള്ളി ഗവർണറായിട്ട് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കെതിരെ കേസ് ഒന്നും ചാർജ് ചെയ്യാൻ പാടില്ല. ക്രിമിനൽ ഓർ സിവിൽ കേസസ് രണ്ടും ചാർജ് ചെയ്യാൻ പാടില്ല. പ്രസിഡന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടും പറ്റൂല. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 361 ഈസ് പ്രൊവൈഡിംഗ് സച്ച് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ടു പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. The police cannot initiate any kind of cases against governors or president when they are in office. അപ്പോൾ ക്രിമിനൽ ഓർ സിവിൽ കേസസ് അത് ആർട്ടിക്കിൾ 361 ആണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ കാണുമ്പോൾ പറഞ്ഞത് ആർട്ടിക്കിൾ 348 പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇത് ആർട്ടിക്കിൾ 348 of the Constitution insists that the authoritative text of all laws must only be in English. India is a diverse country which is having different languages, different regional languages. So, നമ്മളുടെ ലോസ് എല്ലാം അതിന്റെ അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കണം. എന്നാലേ ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് അതല്ലേ പറയാൻ പറ്റൂ. കാര്യം ഹിന്ദി സൗത്ത് ഇന്ത്യയിലെ പല ആൾക്കാർക്ക് ഹിന്ദി അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 348. പിന്നെ കൻവർ യാത്രയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. കൻവർ യാത്ര എന്ന് പറഞ്ഞാൽ ശിവ ഡിവോട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ ഉത്തർപ്രദേശിലും ബീഹാറിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നടത്തുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജിനെയാണ് കൻവർ യാത്ര എന്നറിയപ്പെടുന്നത്. കൻവർ യാത്ര. പിന്നെ റെയിൽവേ
ഓർഗൻ ഡോണേഴ്സ് ആയിട്ടുള്ള അവരുടെ എംപ്ലോയീസിന് 42 ഡേ സ്പെഷ്യൽ കാഷ്വൽ ലീവ് കൊടുക്കാൻ തീരുമാനിച്ചു. സ്പെഷ്യൽ CL കാഷ്വൽ ലീവ് 42 ദിവസം കിട്ടും. ഓർഗൻ ഡോണർ, സിൻസ് ഓർഗൻ ഡൊണേഷൻ ഈസ് എ നോബിൾ ആക്ട് ടു പ്രൊമോട്ട് ഓർഗൻ ഡൊണേഷൻ, Railway has decided to give 42 days special casual leave for the people engaging in organ donation. Okay. അപ്പം ആദ്യം അവിടെ കാണാം. ബംഗളൂരുവിലെ എയർപോർട്ടിന്റെ പേരെന്താണ്? KIA. എന്താണ് KIA? നമ്മുടെ കാറല്ല, കിയ അല്ല, കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പൊ ഇനി എനിക്ക് എന്നും പറയാനുള്ളത് പോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉള്ളത് പറയുക. പിന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ റിക്വസ്റ്റ് ആണ്, കമാൻഡ് അല്ല. പിന്നീട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് നാളെ സൺഡേ ആണ്. സൺഡേ നമ്മൾ ക്ലാസ് എടുക്കത്തില്ല. വി വിൽ മീറ്റ് അഗൈൻ ഓൺ മൺഡേ. ഓക്കെ. അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു.